ഈ പ്രേമത്തെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ ഈ ഏപ്രിൽ 10 ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങള് എന്റെ വൈഫിന് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാന്ന് കരുതി. അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയിട്ട് അവളെയും കൂട്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു എടുക്കാന്ന് കരുതി. ഏപ്രിൽ 10 ഞങ്ങൾ ഇവിടെ പൂനെയിൽ വെച്ചിട്ട് തന്നെ ആഘോഷിക്കാന്ന് കരുതി. ഒരു വർഷം ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി, ഇനിയുള്ള ആനിവേഴ്സറി അടിച്ചു പൊളിച്ചില്ലെങ്കിലും ഈ ഒരു ആനിവേഴ്സറി നല്ല ഗംഭീരമാക്കണമെന്ന് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 10 ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങോട്ട് പൂനെയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങളെ കൂടെ എൻജോയ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഇത് വന്ന് പങ്കെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഞങ്ങളെ കൂടെ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. നാട്ടിൽ നിന്ന് ഇവിടെ എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതല്ല, ഞങ്ങളിവിടെ ഒരു TD ആർമീൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആ സാറ് ഞങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, എൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന ഇതാണ് നമ്മുടെ ബിബിനേട്ടൻ. ബിബിനേട്ടൻ വീഡിയോയിലേക്ക് വരൂല, അതുകൊണ്ട് ഞാൻ നിർബന്ധിത ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. കാരണം മൂപ്പർക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ താല്പര്യമില്ല. ഞങ്ങൾ മൂന്നാളും കൂടെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത്, ഡ്രസ്സ് എടുക്കാൻ മാത്രമല്ല ഞങ്ങൾ ഒരു ഔട്ടിംഗ് ആയിട്ട് വന്നതാണ്. ഡ്രസ്സ് എടുത്ത് അതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യണോ, എന്തെങ്കിലും മൂവി കാണാൻ പോകും. എമ്പുരാൻ ഞാൻ കാണാൻ പോയതിന്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിരുന്നു. കാലത്തോട്ട് തുടങ്ങി വയറും കത്തി വന്നിരിക്കുക. സാറിന്റെ കൂടെ അല്ലെന്ന് ഞങ്ങൾ സ്വന്തം ബിബിനേട്ടന്റെ കൂടെയാണ്. അപ്പോൾ അതും ഞങ്ങൾ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകാൻ ഇങ്ങനെ ഓരോ ആൾക്കാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഞങ്ങളെ കൂടെ അടിച്ചു പൊളിച്ചിട്ട് എൻജോയ് ചെയ്യാൻ ഉണ്ടാവും. കൂടെ തന്നെ നല്ല സപ്പോർട്ടായിട്ട് കട്ടൊക്കെ ഉണ്ടാവും. ഇന്ന് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രോഗ്രാം, ഞാൻ ഒന്നെങ്കിലും മൂവി കാണാൻ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറങ്ങാൻ പോകും.